ഞാനിതേ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ പയറുപ്പേരിയാണ് വെക്കണത് ഉപ്പേരിയായിട്ട്. അപ്പോൾ അതേ പയർ ആദ്യം അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറേ പയറൊന്നും എടുത്തിട്ടില്ല ഏട്ടാ, കുറച്ച് പയർ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് ഇതേ കുത്തി മുപ്പിച്ച് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതേ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുത്തി മുപ്പിച്ച് അതിലേക്ക് നമ്മുടെ പയറിട്ടു, ഉപ്പിട്ടു. പിന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വെള്ളത്തിൽ ഇതേ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചേക്കണ്. പിന്നെ ഉണക്കൽ ഇട്ടോ, നമ്മുടെ പട്ടത്തിമാന്തളില്ലേ അതാട്ട വറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പട്ടത്തിമാന്തളിൻ്റെ തോലൊക്കെ കളഞ്ഞ് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പരട്ടിയിട്ട് ഇതേ അതും കൂടി വറുത്തെടുത്തു കേട്ടാ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. കുറേ തേങ്ങയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുരുല്ലാത്ത പുളിയൊക്കെ ഇട്ടിട്ട് ഇതേ നന്നായി അരച്ചെടുത്ത് തേങ്ങാ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് കാന്താരി മുളക് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതേ രാവിലെ ഇഡ്ലിക്ക് വിൻഷേട്ടിന് വേറൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചമ്മന്തിയും കൂടി ഉണ്ട്. പിന്നെ തേങ്ങാ ചമ്മന്തിയും പയറുപ്പേരിയും ഉണക്കൽ വറുത്തത് കേട്ടോ, അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. അങ്ങനെ വയറ് നിറച്ച് ചോറുണ്ണാൻ എനിക്കിത് ധാരാളമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഇതേ ആയപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അമ്മയുടെ വീടിൻ്റെ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇല്ലേ അത് അമ്മയുടെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. അങ്ങനെ കുറേ നേരം അമ്മ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു. സ്റ്റവ് കണ്ടിട്ട് ഇങ്ങനെ കിളി പോയ പോലെ ഈ ഒരു നിപ്പും. പിന്നെ എന്തോ പറയേണ്ടത്, എന്തിനാ വാങ്ങി പൈസ ഇല്ലാത്തോടത്ത് എന്തിനാ അതൊക്കെ വാങ്ങാൻ നിന്ന് വെറുതെ ചിലവുണ്ടാക്കാന്നൊക്കെ കേട്ടോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ട പിച്ചും പേയും പറയില്ലേ, അതേപോലെ ആയിരുന്നു ഇവരുടെ റിയാക്ഷൻ. പിന്നെ ഇതൊരിക്കലും സർപ്രൈസ് അല്ല കേട്ടോ, കാരണം ഇത് വാങ്ങിയപ്പോൾ അടുത്ത് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ എനിക്ക് ചീത്തയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് എന്തിനാ വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ, അതായത് എൻ്റെ അമ്മമ്മയാണ് തേച്ചപ്പൻ്റെ മുത്തശ്ശി. അപ്പം അമ്മമ്മേനെയും കൊണ്ടാട്ട് ഇനി അമ്മ പോണത്. അതായത് അമ്മമ്മ ഇപ്പം ഉള്ളത് ഞാൻ പറഞ്ഞില്ല വിൻഷേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ്, എൻ്റെ മാമൻ്റെ വീടിന് അവിടെയാണ് കേട്ടോ അമ്മമ്മ ഉള്ളത്. അപ്പോൾ അമ്മമ്മേനെയും കൊണ്ട് അമ്മ ദേ ഇനി എൻ്റെ വീട്ടിലേക്ക് തൃശ്ശൂർക്ക് പോവാട്ടോ. അപ്പോൾ ഇതുള്ള കാരണം ഞാൻ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് രണ്ടാളെയും ഭദ്രമായി ഓട്ടോയിൽ കയറ്റിയിട്ട് വിട്ടുകേട്ടോ ചെയ്ത്. ഇനിയിപ്പോൾ അമ്മമ്മേനെ കൊണ്ടുപോകണോണ്ട് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അവിടെ നേരം പോകട്ടെ. ഇനിയിപ്പോൾ അമ്മ പണിക്ക് പോയാലും ഒറ്റയ്ക്കാവില്ല, അമ്മമ്മ അവിടെ തുണക്കുണ്ടാവും. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇനി അച്ഛൻ്റെ ഒക്കെ എന്താണെന്നുള്ളത് ആര് വീഡിയോ എടുക്കുകയാണെങ്കിൽ കാണാം. ചിലപ്പോൾ അവൾ എടുക്കില്ലയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.